ഹായ്, ഞാൻ ഇർഷാദ്. ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു. 2010 ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത്. അവരെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത്. അപ്പൊ ഇന്നലെ ബാലയുടെയും അമൃതയുടെയും മകള് ബാലയെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാലയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ മോളിരുന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള എല്ലാ കമന്റുകളും ഞാൻ ഇന്നലെ വായിച്ച് കേൾപ്പിച്ചതാണ്. അപ്പൊ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്തിട്ടോ ആ കമന്റുകളൊന്നുമില്ല. കമന്റുകളെല്ലാം അവരുടെ ഫാമിലിയെ എതിർത്തും ആ കുട്ടിയെ എതിർത്തും മാത്രമാണ് കമന്റുകളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു അച്ഛനെ ഇങ്ങനെ പറയാൻ പഠിപ്പിച്ച അമ്മയാണോ എന്തിങ്ങനെയുള്ള കമന്റ് ാണ് ആ ഒരു വീഡിയോയ്ക്ക് താഴെ നിറയെ വന്നിരിക്കുന്നത്. മകളുടെ ഈ വീഡിയോയ്ക്ക് പിന്നാലെ ബാലയും വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും കണ്ടു കാണും. വളരെ വൈകാരികപരമായിട്ടുള്ള കാര്യങ്ങളാണ് ബാല പറഞ്ഞിരിക്കുന്നത്. കേൾക്കുന്ന ആർക്കും മനസ്സിൽ തട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ബാല പറഞ്ഞിരിക്കുന്നത്. അതില് ബാല പറയുന്നുണ്ട്, ഞാൻ മോളോട് തർക്കിക്കാനില്ല, ഞാൻ മോളോട് തർക്കിച്ചിട്ടുണ്ട്, ഞാൻ ഒരു അച്ഛനല്ല ഒരാണല്ല എന്നുള്ള രീതിയിലെല്ലാം ബാല പറയുന്നുണ്ട്. അതൊക്കെ തന്നെ കേൾക്കുന്ന ആരുടെയും മനസ്സിൽ തട്ടുന്ന കാര്യങ്ങളാണ് ബാല പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ മൊത്തം ഒരു കത്തലായിരുന്നു. അമൃതയ്ക്കെതിരെയും കുട്ടിക്കെതിരെയും വൻ അക്രമങ്ങളായിരുന്നു കമന്റുകളിലൂടെയൊക്കെ അവര് നേരിട്ടത്. ഇതിനെ തുടർന്ന് അമൃതയും വന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ വിഷമിച്ചിട്ടാണ് അമൃതയും വീഡിയോയിൽ ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ഇപ്പം വേറൊരാളും കൂടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 2010 ഇവരുടെ കാർ ഡ്രൈവറായിട്ടുള്ള ഒരാളാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹായ്, ഞാൻ ഇർഷാദ്. ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു. 2010 ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത്. അവരെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത്. അവർ പിരിയുന്നവരെ ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ബാല ചേച്ചിനെ ഉപദ്രവിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിരിഞ്ഞ ശേഷം കാരണം ചേച്ചിനെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും, പിന്നെ എനിക്കന്ന് 18 വയസ്സ്, അന്നവരെയും പുള്ളിക്കാരൻ അടിച്ച് എന്നെ ചവിട്ടിന്ന് മൂക്കിന്ന് വരെ ബ്ലഡ് വന്നിട്ടുണ്ട്. ഞാൻ ചെറുതാണ്, എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. പാപ്പുവിൻ്റെയും വീഡിയോ കണ്ടിരുന്നു. പാപ്പുവിൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഞാൻ വായിച്ചു, പാപ്പുവിനെ കൊണ്ട് ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണെന്ന്. ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല. അപ്പൊ ഓൾമോസ്റ്റ് ഇയാൾ വീഡിയോയിൽ എന്താണ് പറയുന്നത്? അമൃതയും മോളും പറഞ്ഞതെല്ലാം ശരിയാണ്. ഇയാളും ബാലയിൽ നിന്നും ഇതേപോലത്തെ ബാഡ് അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. അന്നൊക്കെ ചെറുപ്പമായതുകൊണ്ട് പ്രതികരിക്കാൻ പേടിയായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇയാൾ ചെയ്യുന്നത് അമൃതയൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇപ്പോഴെങ്കിലും ഇത് വന്ന് തുറന്നു പറയാം എന്ന് വിചാരിച്ചത്. കാരണം അവർക്ക് നേരെയുള്ള സൈബർ ആക്രമണങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതിന് വേദനിച്ചിട്ടാണ് ഇയാൾ വന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നതാണ് പറഞ്ഞത്. ആ ഒരു വീഡിയോയ്ക്ക് ശേഷം അതിന് താഴെ വന്നിട്ടുള്ള ചില കമന്റ്സുകൾ ഞാൻ വായിച്ചേൽപ്പിക്കാം. ബാല ഈസ് എ ഹൈലി ടോക്സിക് പേഴ്സൺ. സത്യം പറയുന്നത് നല്ലതാണ്, കാരണം എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ കാര്യങ്ങൾ. അമൃത അനുഭവിച്ചത് അമൃതയ്ക്ക് അറിയൂ. അമൃത, നീ സ്ട്രോങ് ആയി മുന്നോട്ട് പോകും, നിനക്ക് എല്ലാവരുടെയും ബ്ലസ് ഉണ്ടാകും, ഇനിയൊന്നും പറയരുത്. സൂക്ഷിച്ചു നിന്നോ ബ്രോ, അവന്റെ കയ്യിൽ തോക്കൊക്കെയുണ്ട്, വന്ന് ഭീഷണിപ്പെടുത്തും. ബാലയെ ന്യായീകരിക്കാൻ ഇരിക്കുന്നവർ ഒന്ന് ചിന്തിക്കുക. 3 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞ് മെഴുകണ്ട. ആ കുട്ടി അനുഭവിച്ചത് നേരിൽ കണ്ടത് അവൾ ഓർത്തിരിക്കുന്നത് അത്രയും വേദന ഉള്ള കാര്യമായതുകൊണ്ടാണ്. പിന്നെ നമ്മൾ പറയുന്ന 3 വയസ്സുള്ള കുട്ടികൾ അച്ഛന്റെയും അമ്മയുടെയും കൂടെ താമസിക്കുന്ന കുട്ടികളെ പറ്റിയാണ്. ആ കുട്ടികൾ അവരുടെ ജീവിതം വീണ്ടും കാണുമ്പോൾ ചെറുപ്പത്തിലുള്ളത് ഇത്രയും നന്നായി ഓർത്തിരിക്കില്ല. പക്ഷേ പാപ്പു ബാലയുടെ കൂടെ നിന്നപ്പോൾ അവളുടെ അമ്മ അനുഭവിച്ചത് ഒരിക്കലും മറക്കില്ല. അത് മനസ്സിലാക്കാനുള്ള വിവരം നെഗറ്റീവ് പറയുന്നവർക്ക് ഇല്ല. ഇത് കഴിഞ്ഞ് ബാല ഒരു കല്യാണം കഴിച്ചല്ലോ, അതിനെന്തു പറ്റി? അവരും ഇവന്റെ കയ്യിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. ഈ അമ്മയും മോളും ജീവിച്ചോട്ടെ, ഇവർ ആർക്കും ഒരു ശല്യത്തിനും വരുന്നില്ലല്ലോ. പിന്നെ ബാല ഫ്രോഡാണ്, അത് മലയാളികൾക്ക് മനസ്സിലാകുന്നില്ല. ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ആ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള കമന്റുകളാണ് ഞാനിപ്പോ വായിച്ച് കേൾപ്പിച്ചത്. എല്ലാം അമൃതയ്ക്കും മോൾക്കും അനുകൂലിച്ചിട്ടുള്ള കമന്റുകളാണ് വന്നിരിക്കുന്നത്. ബാലയ്ക്ക് എതിരെയാണ് കമന്റുകൾ വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അതിന്റെ താഴെ എന്താണ് വന്നിരുന്നത്? നോർമലി നമ്മൾ ഇന്നലെ മോൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള കമന്റുകൾ കണ്ടു. അമൃതയ്ക്കും മോൾക്കും എതിരെ രൂക്ഷ വിമർശനമാണ് കമന്റുകൾ കൊണ്ട് വന്നിരുന്നത്. ബാല രംഗത്ത് വന്നപ്പോൾ ബാലേനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റുകളാണ് വന്നത്. ഇപ്പോൾ ഈ ഒരു ആള് വന്ന് അമൃതയ്ക്കും മോൾക്കും വേണ്ടി സംസാരിച്ചപ്പോൾ അതിന് താഴെ വന്ന കമന്റുകളാണ് ഞാൻ ഇപ്പം വായിച്ചു കേൾപ്പിച്ചത്. അപ്പൊ എന്താണ്, ഓരോ വീഡിയോ ചെയ്യുമ്പോഴും വീഡിയോ കാണുന്നവർ
അവരുടെ ഭാഗത്താണ് ശരിയെന്ന് തീരുമാനിച്ച് കമന്റുകൾ എഴുതുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ബാലയുടെ ഭാഗമാണോ അമൃതയുടെ ഭാഗമാണോ, എന്തുകൊണ്ട് ആ കുട്ടി പറയുന്നു എന്ന് പോലും ആരും ചിന്തിക്കുന്നില്ല. അപ്പൊ എനിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ മാത്രമാണ് പറയാനുള്ളൂ. കാരണം കുടുംബ പ്രശ്നങ്ങൾ എപ്പോഴും കുടുംബത്തിൽ തന്നെ ഒതുക്കുന്നതാണ് നല്ലത്. ഇത് വന്നിട്ട് ഭാര്യ ആണെങ്കിലും ഭർത്താവാണെങ്കിലും ലീഗലി ഡിവോഴ്സ് ആയതിനു ശേഷം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആദ്യ ഭർത്താവിനെ കുറിച്ചോ അല്ലെങ്കിൽ ആദ്യ ഭാര്യനെ കുറിച്ചിട്ടോ ഒരു പരാമർശങ്ങളും പറയാതിരിക്കുക. അത് തന്നെയാണ് മുന്നോട്ട് അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയുടെ ഭാവിക്ക് നല്ലത്. അമൃതയാണെന്നുണ്ടെങ്കിലും ബാലയാണെന്നുണ്ടെങ്കിലും അനുഭവിച്ചവർക്കാണ് അതിന്റെ വേദന മനസ്സിലാകുള്ളൂ. നമ്മൾ മുന്നോട്ട് വന്നിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് എത്രമാത്രം അത് മനസ്സിലാകും, അത് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് നമുക്കറിയില്ല. പിന്നെ ഇപ്പോഴുള്ള ആൾക്കാർ നമ്മളിപ്പോ ഒരു സങ്കടം വന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ തെറ്റാദ്യം ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവര് ആ ഒരു സങ്കടത്തെ വിലയിരുത്തുള്ളൂ. അതല്ലാതെ നമ്മൾ ഒരു സങ്കടം പറയുമ്പോൾ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് ആരും ചിന്തിക്കില്ല. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉയർത്തിപ്പിടിച്ച് വരുന്നവരായിരിക്കും കൂടുതൽ ആളുകളും. അതിന് ഉദാഹരണമാണ് ആ അമൃതയാണെന്നുണ്ടെങ്കിലും അമൃതയുടെ മകളാണെന്നുണ്ടെങ്കിലും പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ ഗോപി സുന്ദറിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കമന്റുകൾ നമ്മൾ കണ്ടത്. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവന്തികയുടെ അച്ഛൻ ബാലയും അമ്മ അമൃതയുമാണ്. കുട്ടി അനുഭവിക്കുന്ന ഇതേപോലുള്ള ഇഷ്യൂസ് കംപ്ലീറ്റ് സോൾവ് ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയോ അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ വീഡിയോ കാണുന്ന ജനങ്ങളോ അല്ല. ഇത് സോൾവ് ചെയ്യേണ്ട കംപ്ലീറ്റ് ഉത്തരവാദിത്വം അമൃതയ്ക്കും ബാലയ്ക്കുമാണ് ഉള്ളത്. അപ്പം മകളുടെ മുന്നോട്ടുള്ള ഒരു നല്ല ഭാവിക്കും ആ കുട്ടി ഇനി ഇതേപോലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ അമ്മയും അതേപോലെ തന്നെ അച്ഛനും നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് വരിക.